ഹലോ മക്കളെ, നമസ്കാരം. ഫഹദ് സാറാണ്. ഫഹദ്സ് മാസ്റ്ററിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ് മാത്സിലെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമാറ്റിക് സീക്വൻസിനെ പറ്റിയാണ്. ഈ ചാപ്റ്ററിനെ പറ്റി പറയുമ്പോൾ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ചാപ്റ്ററുകളിൽ പെട്ട ഒരു ചാപ്റ്ററാണ് ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു അരിത്തമാറ്റിക് സീക്വൻസിൽ നിന്ന് ഏതാണ്ട് 9 മാർക്ക് മുതൽ 14 മാർക്ക് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു അരിത്തമാറ്റിക് സീക്വൻസ്? ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, എ സീക്വൻസ് വിത്ത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് വിത്ത് എ ഫിക്സഡ് നമ്പർ ഈസ് കോൾഡ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അതായത് ഒരു ഫിക്സഡ് നമ്പർ വെച്ച് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്ന സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് നമ്പർ വെച്ച് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്ന സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. We call the fixed number as common difference which is denoted by small letter d. ആ ഒരു ഫിക്സഡ് നമ്പറിലെ, അതായത് നമ്മൾ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്ന ഫിക്സഡ് നമ്പറിലെ ആ ഒരു ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോമൺ ഡിഫറൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കോമൺ ഡിഫറൻസിനെ നമ്മൾ സ്മോൾ ലെറ്റർ ഡി കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഞാനിവിടെ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് എഴുതുകയാണ്. നോക്കിക്കോ, ഫോർ എക്സാമ്പിൾ 1 3 5 7 അങ്ങനെ പോകുന്ന സീക്വൻസ്. ഇതിങ്ങനെ പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഡോട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇവിടെ ആദ്യം കിടക്കുന്ന ആളെ കണ്ടോ? ഒന്നല്ലേ? ഈ ആദ്യം കിടക്കുന്ന ആളിനെയാണ് നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഫസ്റ്റ് ടേം. രണ്ടാമത് കിടക്കുന്ന ആളെ കണ്ടോ? ഈ രണ്ടാമത് കിടക്കുന്ന ആളിനെയാണ് നമ്മൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം. മൂന്നാമത് കിടക്കുന്ന ആളിനെ നമ്മൾ എന്തെന്ന് പറയും? തേർഡ് ടേം എന്ന് പറയും. തേർഡ് ടേം. നാലാമത് കിടക്കുന്ന ആളിനെ നമ്മൾ എന്തെന്ന് പറയും? ഫോർത്ത് ടേം എന്ന് പറയും. ഓക്കെ, ഈ അരിത്തമാറ്റിക് സീക്വൻസിലെ എല്ലാ ആൾക്കാരെയും നമ്മൾ വിളിക്കുന്നത് ടേം എന്നാണ്. അതിൽ ഒന്നാമത് കിടക്കുന്ന ആളെ നമ്മൾ ഫസ്റ്റ് ടേം എന്നും, രണ്ടാമത് കിടക്കുന്ന ആളെ നമ്മൾ സെക്കൻഡ് ടേം എന്നും, മൂന്നാമത് കിടക്കുന്ന ആളെ നമ്മൾ തേർഡ് ടേം എന്നും, നാലാമത് കിടക്കുന്ന ആളെ ഫോർത്ത് ടേം എന്നും അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇപ്പോൾ 52ാമത് കിടക്കുന്ന ടേമിനെ നമ്മൾ എന്തെന്ന് പറയും? 52nd ടേം എന്ന് പറയും. ഓക്കെ, 52ാമത് കിടക്കുന്ന ടേമിന് നമ്മൾ 52nd ടേം എന്ന് പറയും. ഇപ്പോൾ 100ാമത്തെ ടേമാണ് എനിക്ക് വേണ്ടത്, നമ്മൾ അതിനെ എങ്ങനെ പറയും? 100th ടേം എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഓരോ ടേമിനെയും ഇപ്പോൾ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഓരോ ടേമിനെയും ഒരു പ്രത്യേക രീതിയിൽ എന്ത് ചെയ്യും? റെപ്രസെന്റ് ചെയ്യും. അങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ടേമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് x1 എന്നാണ്. x1 എന്നാണ് നമ്മൾ ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് x2 എന്നാണ്. ഈ തേർഡ് ടേമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് x3 എന്നും, ഫോർത്ത് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് x4 എന്നുമാണ്. അങ്ങനെയാണെങ്കിൽ 100ാമത്തെ ടേമിനെ, ഞാൻ നേരത്തെ പറഞ്ഞ 100ാമത്തെ ടേമിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? x100 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഈസിയാണ്. ഓക്കെ, ഇനി 97th ടേമിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? x97 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഈ എക്സിൻ്റെ സഫിക്സ് ആയിട്ട്, അതായത് എക്സിൻ്റെ താഴെ കിടക്കുന്ന 1 2 3 4 കണ്ടോ? അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊസിഷൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ്, ആ ഒരു ഫിക്സഡ് നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ രണ്ട് അടുത്തടുത്തുള്ള ടേംസ് തന്നിട്ട്, രണ്ട് അടുത്തടുത്തുള്ള ടേംസിനെ ഞാൻ കോൺസിക്യൂട്ടീവ് ടേംസ് എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ട് അടുത്തടുത്തുള്ള ടേംസിനെ ഞാൻ കോൺസിക്യൂട്ടീവ് ടേംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ വെൻ 2 consecutive terms of an arithmetic sequence is given, അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസ്, ഒരു അരിത്തമാറ്റിക് സീക്വൻസിലെ രണ്ട് അടുത്തടുത്തുള്ള ടേംസ് തന്നാൽ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു സീക്വൻസ് എഴുതുന്നു. ഫോർ എക്സാമ്പിൾ x1 x2 x3 x4 x5 എന്ന് പറയുന്ന സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഞാൻ ഈ x1നെയും x2നെയും എടുത്തു.
എക്സ് വണ്ണിനെയും എക്സ് ടുവിനെയും എടുത്തു. ഈ എക്സ് വണ്ണിനെയും എക്സ് ടുവിനെയും എടുത്തിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? എക്സ് ടുവിൽ നിന്ന് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം നമുക്ക് കുറയ്ക്കാം. അങ്ങനെ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. ഓക്കെ, അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഞാനിവിടെ രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമുമാണ് എടുക്കുന്നതെന്ന് വെച്ചോ. അങ്ങനെ രണ്ടാമത്തെ ടേമും മൂന്നാമത്തെ ടേമും എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ x3 മൈനസ് x2 എന്ന് കിട്ടും. അതുപോലെ ഞാൻ മൂന്നാമത്തെ ടേമും നാലാമത്തെ ടേമുമാണ് എടുക്കുന്നതെന്ന് വെച്ചോ. അങ്ങനെ എടുത്താൽ കോമൺ ഡിഫറൻസ് എനിക്ക് എങ്ങനെ കിട്ടും? x4 മൈനസ് x3 എന്ന് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഇതുപോലെ എന്ത് ചെയ്യും? പൊക്കോണ്ട് ഇരിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 6, 11, 16 എക്സെട്ര. അതായത് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1, 6, 11, 16 എന്ന് പറയുന്ന സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ക്വസ്റ്റ്യനിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ കോമൺ ഡിഫറൻസ് ചെയ്താൽ മതി. ഓക്കെ, നോക്കിക്കോ എങ്ങനെ ചെയ്യാമെന്ന് നോക്കിക്കോ. ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി x1 ഏതാടാ? x1 എന്ന് പറയുമ്പോഴത്തേക്കും 1 അല്ലേ? അതെ 1 ആണ്. x2 എന്ന് പറയുമ്പോഴത്തേക്കും എന്താടാ? 6 അല്ലേ? അതെ 6 ആണ്. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചാൽ മതിയാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു x2 എന്ന് പറയുമ്പോഴത്തേക്കും 6 ആണ്, x1 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? കുറയ്ക്കാൻ എന്ന് പറയുമ്പോൾ മൈനസ് ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 മൈനസ് 1 എത്രയാ? 5. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. നോക്കിക്കോ, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 43, 47, 51 എക്സെട്ര. നോക്കിക്കോ, ഇവിടെ x1 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 43 ആണ്. x2 എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 47 ആണ്. കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? x2വിൽ നിന്ന് x1 കുറച്ചാൽ മതി. x2 എന്താണ്? 47 ആണ്. x1 എന്ന് പറയുമ്പോൾ 43 ആണ്. 47ൽ നിന്ന് 43 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഈസി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 69, 63, 57 എക്സെട്ര. 69, 63, 57 എക്സെട്ര. നോക്കിക്കോ, ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താണ്? 69 ആണ്. ഓക്കെ, സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ എത്രയാണ്? 63 ആണ്. നമ്മൾ പഠിച്ചത് പ്രകാരം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചാൽ മതിയാകുമല്ലോ. അതേ മതിയാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ രണ്ടാമത്തെ ടേം എന്ന് പറയുമ്പോഴത്തേക്കും 63 ആണ്, ഒന്നാമത്തെ ടേം എന്ന് പറയുമ്പോഴത്തേക്കും 69 ആണ്. എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇടണം അല്ലേ? അതായത് 69 ആണ് ഇവിടുത്തെ വലിയ നമ്പർ. ഈ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറായ 63 എന്ത് ചെയ്യണം? നമുക്ക് കുറയ്ക്കണം. ഇപ്പോൾ ഈ 69ൽ നിന്ന് 63 കുറയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് 6 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ആൻസർ 6 എന്ന് കിട്ടും. പക്ഷേ വലിയ നമ്പർ എന്താണ്? 69 ആണ്. അപ്പോൾ ഈ വലിയ നമ്പറിൻ്റെ സൈനായ മൈനസും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടത്തുള്ളൂ. അല്ല എങ്കിൽ ആൻസർ എന്ത് ചെയ്ത് പോകും? തെറ്റിപ്പോകും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. റൈറ്റ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 3 ആൻഡ് കോമൺ ഡിഫറൻസ് 4. ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോഴത്തേക്കും 3 ആണ്, കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 4 ആണ്. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ ഡിഫറൻസ് 4 ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം x2 കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെടാ. നോക്കിക്കോ, ഈ x1 ഇവിടെ x2 ഇങ്ങനെ x3 അടുത്ത x4 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമെങ്കിൽ ഈ ഒന്നാമത്തെ ടേമിൽ നിന്ന് ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ രണ്ടാമത്തെ ടേം കിട്ടത്തില്ലേ? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ ടേം കിട്ടും. മൂന്നാമത്തെ ടേമിൽ നിന്ന് ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? നാലാമത്തെ ടേം കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നാമത്തെ ടേം എത്രയാണ്? 3 ആണ്. പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാ? 4. അപ്പോൾ 3ഉം 4ഉം നമുക്ക് എത്രയാണെന്ന് കിട്ടും? 7 ആണെന്ന് കിട്ടും. ഓക്കെ, പോരാ, ഇത്രയും മാത്രം ചെയ്താൽ പോരാ. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി 2 വഴിയുണ്ട്. ഞാൻ രണ്ടും പറഞ്ഞു തരാം. നോക്കിക്കോ, ഒന്നാമത്തെ വഴി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുക അല്ലേ? ഇവിടെ നോക്കിക്കോ, ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടി, ഇതാ ഇവിടെ 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടി. ഓക്കെ, 2 തവണ
കോമൺ ഡിഫറൻസ് കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒന്നാമത്തെ ടേം എന്താണ്? 3 പ്ലസ് 2 ഇൻറ്റു 2d എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഡി ആണ്. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാ? 4 ആണ്. എടാ ഇതിൽ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരുമിച്ച് വന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമ്മൾ എന്ത് റൂൾ യൂസ് ചെയ്യും? ബോഡ് മാസ് റൂൾ യൂസ് ചെയ്യും. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഓക്കെ, ആദ്യം ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യുക, രണ്ടാമത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, മൂന്നാമത് അഡീഷൻ ചെയ്യുക, നാലാമത് സബ്ട്രാക്ഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിവിഷൻ ഉണ്ടോ? ഡിവിഷൻ ഇല്ല. അപ്പോൾ ആദ്യം ആരെ ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 പ്ലസ് 2 ഇൻറ്റു 4 എത്രയാ? 2 ഇൻറ്റു 4 8 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3ൽ നിന്ന് 8 കൂട്ടിയാൽ നമുക്ക് 11 ആൻസർ ആയിട്ട് കിട്ടും. ഇനി രണ്ടാമത്തെ വഴി എന്താണെന്ന് നോക്കിയാൽ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടാമത്തെ ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് ഒരു തവണ കൂട്ടിയാൽ മതിയാകും. ഓക്കെ, രണ്ടാമത്തെ ടേമിൽ നിന്ന് നോക്കിക്കോ, രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒരു തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ? മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ടേം ഇവിടെ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 7 ആണ്. പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാ? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 7ൽ നിന്ന് 4 കൂട്ടിയാൽ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 11 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ therefore the sequence is എങ്ങനെയാണെന്ന് കിട്ടും? x1 3 ആണ്, x2 7 ആണ്, x3 11 ആണ്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. റൈറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 5 ആൻഡ് കോമൺ ഡിഫറൻസ് -2 -2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ പോരെ? മതിയാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 എന്ന് പറയുമ്പോഴത്തേക്കും 5 ആണ്, പ്ലസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? -2 ആണ്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ ഇവന്മാർ ആജന്മ ശത്രുക്കളാണ്. ഓക്കെ, കീരിയെയും പാമ്പിനെയും പോലെ ആജന്മ ശത്രുക്കളാണ്. കീരിയും പാമ്പും അടിവെച്ചാൽ ആര് ജയിക്കും? ഓബ്വിയസ്ലി കീരി ജയിക്കും അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ അവർ അടിവെക്കും, മൈനസ് ജയിക്കും. അപ്പോൾ ഇവിടെ എന്ത് നമുക്കിടാം? അപ്പോൾ 5 പ്ലസും മൈനസും വന്നാൽ മൈനസ് ജയിക്കും. ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്. അപ്പോൾ 5ൽ നിന്ന് 2 കുറച്ചാൽ എനിക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടി നോക്കിയേ, മതിയാകും. അല്ല എങ്കിൽ ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാലും മതിയാകും. ഓക്കെ, നോക്കിക്കോ, x2 ഇവിടെ എത്രയാണ്? x2 എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ ആണ് 3 പ്ലസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ -2. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് മൈനസും അടുത്തടുത്ത് വന്നു, അപ്പോൾ -2. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതല്ല എങ്കിൽ x3 കണ്ടുപിടിക്കാൻ വേണ്ടി വേറെ ഏത് വഴി ചെയ്യാം? നോക്കിക്കോ, x1 പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. 2 തവണ കോമൺ ഡിഫറൻസ് കൂട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 എന്ന് പറയുമ്പോഴത്തേക്കും 5 ആണ്, പ്ലസ് 2 ഇൻറ്റു -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം. ഇവിടെയും പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ആണ്. ഓക്കെ, പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും എന്താണ്? മൈനസ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ -2 ഇൻറ്റു 2 എത്രയാ? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? 5ൽ നിന്ന് 4 കുറച്ചാൽ നമുക്ക് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിക്കോ, റൈറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം -7 -7 ആൻഡ് കോമൺ ഡിഫറൻസ് -3. ഒന്നാമത്തെ ടേം -7ഉം കോമൺ ഡിഫറൻസ് -3യുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ടേം -7 ആണ്, പ്ലസ് എന്ത് ചെയ്യും? കോമൺ ഡിഫറൻസ് ഒരു -3യും കൂടെ ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു -7 പ്ലസും മൈനസും അടുത്തടുത്ത് വന്നാൽ -3. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇടതുവശത്തും വലതുവശത്തും 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഇടതുവശത്തും വലതുവശത്തും മൈനസ് അല്ലേ കിടക്കുന്നേ? അതേ, മൈനസ് ആണ്. 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൈനസ് ആണ്. ഓക്കെ, അങ്ങനെ വന്നാൽ ആ 2 നമ്പറും തമ്മിൽ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ തന്നെ ഇടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 7ഉം 3ഉം കൂടെ കൂട്ടിയാൽ 10 എന്ന് വരും. 2 സൈഡിലും നെഗറ്റീവ് ആയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് സൈനും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ സോ ദ ആൻസർ ഈസ് -10.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ തേർഡ് ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി മുതൽ ഞാൻ ഒരു വഴിയേ ചെയ്യുന്നുള്ളൂ. നോക്കിക്കോ, തേർഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ഒരു തവണ കൂട്ടിയാൽ മതിയാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു -10 പ്ലസ് -3. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -10 പ്ലസ് മൈനസും കൂടെ ചേർന്ന് മൈനസ് ആകും 3. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 10ൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൈനസ് ആണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മൈനസ് ആണ്. സോ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് തന്നെ ഇടുക. അപ്പോൾ 10, അടുത്ത നമ്പർ 3 ആണ്. അപ്പോൾ 10 പ്ലസ് 3 എത്ര വരും? 13 എന്ന് വരും. നെഗറ്റീവ് സൈനും കൂടെ ഇട്ട് കൊടുക്കുക. Therefore the sequence is -7, -10, -13 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, എടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോ, റൈറ്റ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം -4 ആൻഡ് കോമൺ ഡിഫറൻസ് 2. ഓക്കെ, ആദ്യത്തെ ടേം -4ഉം കോമൺ ഡിഫറൻസ് 2ഉമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ഒരു തവണ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x1 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ -4 ആണ്, പ്ലസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ആണ്. എടാ ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കാം അല്ലേ? ഇവിടെ വലിയ നമ്പർ 4 ആണ്. 4ൽ നിന്ന് 2 കുറച്ചാൽ, 4ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2 ആണ്. വലിയ നമ്പർ 4 ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ സൈനായ നെഗറ്റീവും കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മൂന്നാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടാമത്തെ ടേമിൻ്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ടേം -2 ആണ്, പ്ലസ് കോമൺ ഡിഫറൻസ് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? -2ൽ നിന്ന് 2 കൂട്ടുക. ഓക്കെ, എന്ത് വരും? 0 എന്ന ആൻസർ വരും. ഓക്കെ, ഇവിടെ നോക്കിക്കോ. Therefore the sequence is ആദ്യത്തെ ടേം -4 ആണ്, രണ്ടാമത്തെ ടേം -2 ആണ്, മൂന്നാമത്തെ ടേം 0 ആണ് എന്നിങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസ് പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് എൻ്റെ എല്ലാ മക്കൾക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് നിർത്താം. അടുത്ത പാർട്ടിൽ പുതിയ ടോപ്പിക്കുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ എല്ലാ പേർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ക്ലാസ്മേറ്റ്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്